വെൽക്കം ടു എംപ്ലിൻ്റ് മീഡിയ. അവസാനം മണ്ണും ചാരി നിന്നവൻ പെണ്ണിനെയും കൊണ്ട് പോകുമോ എന്ന് പറയാറായിട്ടില്ല. വിഷയം കോട്ടയമാണ്. UDF കേരള കോൺഗ്രസിന് അനുവദിച്ച ഏക ലോക്സഭാ സീറ്റ്. ചാഴിക്കാടൻ്റെ പൂഴിക്കടകനുമായിട്ട് KM മാണിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ. കോട്ടയത്ത് മത്സരിക്കും എന്ന് ആദ്യം മുതൽ തന്നെ PJ ജോസഫ് വ്യക്തമാക്കിയതാണ്. അത് PJ ജോസഫിൻ്റെ ഒരു അഭിമാന പ്രശ്നമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. ഇപ്പോഴും അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലെ 6 മണ്ഡലം കമ്മിറ്റികൾ ജോസഫിനെ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ കാര്യം. ഈ മണ്ഡലം കമ്മിറ്റികളെ കൊണ്ട് അങ്ങനെ പറയിച്ചു എന്ന് പറയുന്നതാകും ശരി. കാരണം KM മാണി മനസ്സിലാഗ്രഹിച്ചത് ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണിയെ സ്ഥാനാർത്ഥിയാക്കാനാണ്. അതെല്ലാവർക്കും അറിയാം. അത് നടക്കാതെ വന്നു. ഇനിയിപ്പോൾ ഒരു കാരണവശാലും നിഷ സ്ഥാനാർത്ഥിയാവില്ല എന്നുറപ്പാണ്. ആ വാതിൽ അടഞ്ഞു. മാണിയുടെ ആ സ്വപ്നം അടഞ്ഞു. പിന്നെ എങ്ങനെ ജോസഫിനെ മത്സരിപ്പിക്കാതിരിക്കാം എന്നതാണ് KM മാണിയുടെ ഏറ്റവും പുതിയ അടവെന്ന് പറയുന്നത്. ആ തന്ത്രം ഫലിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ചാഴിക്കാടൻ്റെ പൂഴിക്കടകനുമായിട്ട് KM മാണി അവതരിക്കും. പക്ഷേ അതുകൊണ്ട് പരിക്ക് പറ്റുക KM മാണിക്ക് തന്നെ ആയിരിക്കുമല്ലോ. ഇത്രയും തർക്കവും വിവാദവും ഉണ്ടായ ഒരു സീറ്റിൽ പരസ്പരം കാലുവാരുമെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ കേരള കോൺഗ്രസിൻ്റെ കോട്ടയം മണ്ഡലം കമ്മിറ്റികൾ പറയുന്നത് ജില്ലയ്ക്ക് പുറത്തുള്ള ആരും മത്സരിക്കേണ്ട. ഇതെന്താ വെള്ളരിക്കാ പട്ടണമാണോ? ഏത് നാട്ടിലുള്ളവർക്കും ജനാധിപത്യ ക്രമത്തിൽ ഏത് സീറ്റിലും സ്വന്തം ജില്ല വിട്ടിട്ടോ സ്വന്തം സംസ്ഥാനം വിട്ടിട്ടോ എത്രയോ പേര് ഈ നാട്ടിൽ രാഷ്ട്രീയ നേതാക്കൾ മത്സരിച്ചിരിക്കുന്നു, ജയിച്ചിരിക്കുന്നു, തോറ്റിരിക്കുന്നു. ഇതേതാണ്ട് പുതിയൊരു തിയറിയാണോ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. മാത്രമല്ല, ഈ കേരള കോൺഗ്രസിൻ്റെ ജന്മം തന്നെ ഒരു അശുഭ സാഹചര്യത്തിലാണ്. കാരണം R ശങ്കർ എന്ന് പറയുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി, പിന്നാക്കക്കാരനായ ഒരു മുഖ്യമന്ത്രിക്കെതിരെ നടന്ന ഈ ആഭ്യന്തര പാർട്ടി കാര്യങ്ങളിൽ കൂടിയാണ് കേരള കോൺഗ്രസിൻ്റെ ജനനം. കേരള കോൺഗ്രസ് പിന്നെ എത്ര തവണ പിളർന്നു, പിന്നെ ലയിച്ചു പിളർന്നു. LDF UDF മാറി മാറി എത്രയോ കഷണങ്ങൾ PJ ജോസഫിൻ്റെ വിഭാഗമാവട്ടെ, R ബാലകൃഷ്ണൻ ആവട്ടെ, KM മാണിയുടെ വിഭാഗമാവട്ടെ, എല്ലാവരും മാറി മാറി 2 മുന്നണികളിലും അധികാരം പങ്കിട്ടവരാണ്. അപ്പോൾ ഈ പാർട്ടിയെ സംബന്ധിച്ച് ഇതിന് ഈ പേരിട്ടത് തന്നെ മന്നത്ത് പത്മനാഭനാണ്. NSSൻ്റെ നേതാവ് കൂടിയായ മന്നത്ത് പത്മനാഭനാണെന്ന് കേരള കോൺഗ്രസ് എന്ന പേര് തന്നെ നിർദ്ദേശിച്ചത്. പിന്നീട് KM മാണിയുടെ തിയറി വന്നു. എന്താണ് തിയറി? വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്, അമീബയെ പോലെ. അപ്പം ഇങ്ങനെ കുറേ തിയറികൾ KM മാണിയുടെ വകയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും വിചിത്രമായൊരു കാര്യം, KM മാണിയെ ഇനി മുതൽ മാണി സാർ എന്ന് വിളിച്ചാൽ മതിയെന്ന് ഔദ്യോഗിക കമ്മിറ്റി കൂടി തീരുമാനിച്ച ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് വർഷങ്ങൾക്ക് മുമ്പ്. അതിൻ്റെ കഥ PC ജോർജിനോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും. അതായത് ഒരു കമ്മിറ്റി കൂടിയിട്ട് പ്രമേയം പാസ്സാക്കി നാളെ മുതൽ നമ്മൾ KM മാണിയെ മാണി സാർ എന്നെ വിളിക്കൂ എന്ന് തീരുമാനിച്ചതിൻ്റെ പിന്നാലെയാണ് TM ജേക്കബ് പാർട്ടി വിട്ട് വേറെ പാർട്ടി ഉണ്ടാക്കിയത്. കേരള കോൺഗ്രസിൻ്റെ ജേക്കബ് വിഭാഗം ഉണ്ടാക്കിയത് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ധാരാളം രസകരമായ ചരിത്രമുള്ളൊരു പാർട്ടിയാണ് ഇപ്പം കോട്ടയത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നാടകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ പാർട്ടിയുടെ നാടകം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ജോസഫിനെ പിണക്കിയിട്ട് KM മാണിക്ക് കോട്ടയത്ത് ഒരാളെ നിർത്താനാവില്ല. അപ്പോൾ ഇനിയും ശ്രമം നടക്കാം സമവായം. കാരണം UDF നേതാക്കൾ തന്നെ KM മാണിയോട് ആവശ്യപ്പെട്ട് PJ ജോസഫ് തന്നെ മത്സരിക്കട്ടെ, അതിനാണ് വിജയസാധ്യത. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. അപ്പോൾ UDFൻ്റെ അഭിപ്രായം പോലും മാനിക്കാതെ കോട്ടയത്തെ ചില മണ്ഡലം കമ്മിറ്റികൾ ഇങ്ങനെ പറയുന്നു, ജോസഫ് വേണ്ട എന്ന് പറഞ്ഞ് തീരുമാനിക്കാൻ KM മാണിക്ക് അങ്ങനെ പെട്ടെന്ന് സാധിക്കുമോ? രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കിയിട്ട് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അത് KM മാണിക്ക് തന്നെയായിരിക്കും ഇതിനകത്ത് പരിക്ക് പറ്റുക, PJ ജോസഫിനായിരിക്കില്ല എന്ന് നമുക്ക് കരുതേണ്ടി വരും. എന്തായാലും അന്തിമ വിജയം ചിലപ്പോൾ PJ ജോസഫിനായിരിക്കും. അത് UDF തന്നെ ആവണമെന്നില്ല. സീറ്റ് കൊടുത്തില്ലെങ്കിൽ PJ ജോസഫ് പാർട്ടിയെ പിളർത്തിയാൽ നാളെ കോട്ടയത്ത് എന്താ സംഭവിക്കുക എന്നുള്ളത് ചിലപ്പോൾ ഇടതുമുന്നണിയുടെ ലേബലിൽ PJ ജോസഫ് വന്നുകൂടായികയില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം.